നമസ്തേ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗണിതശാസ്ത്രത്തിൻ്റെ പുതിയ ഒരു ശാഖയെക്കുറിച്ചാണ്. എ ന്യൂ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്. ഇത് ന്യൂ ഒന്നുമല്ല കേട്ടോ, കുറച്ച് പഴയതാണ്. ഗണിതശാസ്ത്രം ഉണ്ടായ കാലം മുതൽ തന്നെ ഉപയോഗിക്കുന്ന ഗണിതശാസ്ത്രത്തിൻ്റെ ഒരു ശാഖ, അത് ജിയോമെട്രിയാണ്. ജിയോമെട്രി എന്നിങ്ങനെ രണ്ട് വാക്കുകൾ ചേർന്ന ജിയോമെട്രി. എന്താണ് ജിയോമെട്രി? മലയാളത്തിൽ അതിന് ക്ഷേത്രഗണിതം എന്ന് പറയും. ഇപ്പൊ ചുരുക്കിയിട്ട് ജ്യാമിതി എന്ന് പറയാറുണ്ട്. എന്താണ് ജിയോ? റിലേറ്റഡ് ടു എർത്ത്, ഭൂമിയുമായി ബന്ധപ്പെട്ടത് എന്നർത്ഥം. എന്താ മെട്രി? മെഷർ, അളവ് എന്നർത്ഥം. ഇപ്പൊ ജിയോമെട്രി എന്താണ്? ഭൂമിയുടെ അളവാണ്, ഭൂമിയെ അളക്കലാണ്. പണ്ട് കാലത്ത് ഭൂമി അളക്കുവാൻ വേണ്ടിയാണ് ഈ ശാസ്ത്രം, ഈ ശാഖ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. ഇന്നത് ബഹിരാകാശ വാഹനങ്ങളുടെ രൂപകൽപ്പനയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും, ആർക്കിടെക്ചറായാലും ഏത് മേഖലയിലും ജ്യാമിതിയുടെ ഉപയോഗം കാണും. അപ്പൊ എന്താണ് ജ്യാമിതി അല്ലെങ്കിൽ ക്ഷേത്രം? ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്ന് തന്നെയാണ് അർത്ഥം. കുരുക്ഷേത്രം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭൂമി, വയൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അതിന്റെ ഗണിതം എന്ന് പറഞ്ഞാൽ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ എന്ന് തന്നെയാണ്. ഇപ്പൊ ജ്യാമിതിയില് ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത എന്ന് പറയുന്നത്, ഏറ്റവും ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അവ അനിർവചിതമാണ്, നിർവചിക്കാൻ കഴിയാത്തതാണ്, അൺഡിഫൈൻഡ് ടേംസ് ആണ്. എന്തൊക്കെയാണവ എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് അതിൽ ആദ്യത്തേത്, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോയിന്റ് അഥവാ ബിന്ദു ആണ്. എന്താണ് ഒരു പോയിന്റ്, ഒരു ബിന്ദു എന്ന് പറയുന്നത്? നമുക്കറിയാം. ഈ പഞ്ചസാരയുടെയും ശർക്കരയൊക്കെ കാര്യം പറഞ്ഞ പോലാണ്. മധുരം എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും, അത് ഫീൽ ചെയ്യാനേ അറിയാം നമുക്ക് എന്താണ്, പക്ഷെ പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറയുന്നത് പോലെ എന്താണ് പോയിന്റ് എന്ന് നമുക്കറിയാം, ബട്ട് വി കനോട്ട് ഡിഫൈൻ ഇറ്റ്, വിശദീകരിക്കാൻ കഴിയും. എന്നാലും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എ പോയിന്റ് ഹാസ് നോ ഡയമെൻഷൻ. ഒരു ബിന്ദുവിന് മാനങ്ങൾ ഇല്ല. മാനം എന്ന് പറയുന്ന ബിന്ദുവിന് അഭിമാനം ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. മാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം അളവ് എന്നാണ്, അതിന്റെ മെഷർ എന്നർത്ഥം. എ പോയിന്റ് ഹാസ് നോ ഡയമെൻഷൻ മീൻസ് അതിന് ലെങ്തോ ബ്രെഡ്ത്തോ തിക്നെസ്സോ ഇല്ല, നീളമോ വീതിയോ കനമോ ഇല്ല. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ പൊസിഷൻ, അതൊരു സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ എ പോയിന്റ് ഹാസ് നോ ഡയമെൻഷൻ. അപ്പോൾ അങ്ങനൊന്ന് ലോകത്തുണ്ടോ? അങ്ങനെ ഒരെണ്ണം ഇല്ല, പക്ഷെ വി അക്സെപ്റ്റ് ഇസ് ദർ ഈസ് പോയിന്റ്. നമ്മൾ അത് അങ്ങനെ ഉണ്ടെന്ന് അങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ അതിനെ സൂചിപ്പിക്കും, റെപ്രസെന്റ് ചെയ്യും? വി റെപ്രസെന്റഡ് ഇറ്റ് വിത്ത് എ പോയിന്റ് ഓർ ഡോട്ട്. ഒരു ഡോട്ട് കൊണ്ട് നമ്മൾ അതിനെ സൂചിപ്പിക്കും. ഇപ്പൊ ഈ ഇട്ടിരിക്കുന്ന ഡോട്ടിന് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിന് നീളമുണ്ട്, ഇതിന് വീതിയുണ്ട്, തിക്നെസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്തതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ ജ്യാമിതിയിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും പോയിന്റ് ഒക്കെ ഇടുമ്പോൾ പെൻസിൽ വളരെ ഷാർപ്പായിരിക്കണം, അതിന്റെ എൻഡ് വളരെ ഷാർപ്പായിരിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇതിന്റെ കൺസെപ്റ്റിന് നേരെ വിരുദ്ധമായിരിക്കും. അതുകൊണ്ട് ജാനകിയമ്മയുടെ പൊട്ടു പോലൊന്നും വലിയ പൊട്ടോ കണക്കൊന്നും വരച്ചു വെക്കരുത്. വളരെ ചെറിയ ഒരു കുത്തെ ബിന്ദുവിൽ ഇടാവും. ഓക്കെ. അപ്പോ എ പോയിന്റ് ഹാസ് നോ ഡയമെൻഷൻ, ഇറ്റ് ഹാസ് ഓൺലി പൊസിഷൻ. അതിന് എന്തു മാത്രമേ ഉള്ളൂ? സ്ഥാനം മാത്രമേ ഉള്ളൂ. ഇറ്റ് ഹാസ് നോ ലെങ്ത്, നോ ബ്രെഡ്ത്ത് ഓർ തിക്നെസ്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു പോയിന്റിനെ ഒരു ഡോട്ട് ഉപയോഗിച്ച്, ഇങ്ങനെ ഒരു കുത്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ബിന്ദു ഉപയോഗിച്ച് സൂചിപ്പിക്കും. ഇറ്റ് റെപ്രസെന്റ്സ് എ പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് എ പോയിന്റ്. മനസ്സിലായില്ല?
ഇതൊരു ബിന്ദുവിനെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും ബിന്ദു അല്ല. കാരണം ഇത് അളന്നാൽ ഇതിന് നീളവും വീതിയും കനവും ഒക്കെയാണ്. ഈ ചോക്ക് പറ്റി പിടിച്ചിരിക്കുന്ന അത്രയും അതിന്റെ തിക്നെസ് ആണ്. ഇതിന് ലെങ്ത് ഉണ്ട്, ബ്രെഡ് ഉണ്ട്. ഈവൻ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആറ്റത്തെ വരെ നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് റെപ്രസെന്റ്സ് എ പോയിന്റ്. ഇത് ഒരു ബിന്ദുവിനെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഓർക്കേണ്ട ഒരു കാര്യം, എ പോയിന്റ് ഈസ് ആൾവേസ് റെപ്രസെന്റഡ് ബൈ ഓർ നെയിംഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ട് ഒരു ബിന്ദുവിന് പേര് കൊടുക്കുള്ള, ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യും, അതിനെ നെയിം ചെയ്യും. വി ആൾവേസ് റെപ്രസെന്റ് എ പോയിന്റ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. പോയിന്റ് സി, പോയിന്റ് എ എന്നൊക്കെ. ഒരിക്കലും സ്മാൾ ലെറ്റർ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കില്ല. എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി ഈ പോയിന്റ്സ് എല്ലാം കൂടെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ. മലയാളത്തിൽ രേഖ എന്ന് പറയും. അപ്പൊ എന്താ രേഖയുടെ പ്രത്യേകത? ആ രേഖയ്ക്ക് ഒരു ഡയമെൻഷൻ ഉണ്ട്, ഒരളവുണ്ട്. അതേതാണ്? അതിന്റെ നീളമാണ്. A line has only one dimension, that is length. ഒരു രേഖയ്ക്ക് ഒരു മാനമുണ്ട്, ആ മാനം അതിന്റെ നീളമാണ്. നീളമുണ്ടെങ്കിലും അത് നമുക്ക് അളക്കുവാൻ കഴിയില്ല. ഒരു രേഖയുടെ നീളം അളക്കുവാൻ we cannot measure the length of a line. Why? എന്തുകൊണ്ടാണ്? ഇതിന്റെ ഈ രണ്ട് എൻഡിലും ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്, ഒരു അസ്ത്രചിഹ്നം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അസ്ത്രചിഹ്നം ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് സൂചിപ്പിക്കുന്നു? ഈ രേഖ ഇരുവശങ്ങളിലേക്കും അനന്തമായി നീണ്ടുപോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ എൻഡ് ചെയ്യുന്നില്ല, ഇവിടെ അവസാനിക്കുന്നില്ല എന്നർത്ഥം. The arrowhead indicates that it extends to both sides. ഇരുവശങ്ങളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. It has no end points. അതിന് എന്തില്ല? നേരത്തെ പറഞ്ഞു, ഒരു ലൈൻ എന്ന് പറയുന്നത് ബിന്ദുക്കളാൽ നിർമ്മിതമാണ്. നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ബിന്ദുക്കൾ. അതുകൊണ്ട് തന്നെ ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എൻഡ് ചെയ്യുന്നില്ല എന്നാണ്, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നാണ്. സോ a line has one dimension. Point has no dimension. A line has one dimension. So നമ്മൾ ഈ രേഖയെ എങ്ങനെയൊക്കെ സൂചിപ്പിക്കാം, ലൈനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം? ഇത് കണക്കൊരു ലൈൻ അഴിച്ചിട്ട് രണ്ട് ആരോ ഹെഡ് കൊടുത്തു. ഇനി എങ്ങനെ ഇതിനെ പേര് കൊടുക്കാം? ഒന്നുകിൽ രണ്ട് രീതിയിൽ പേര് കൊടുക്കാറുണ്ട്. വി നെയിം എ ലൈൻ ഇൻ ടു വേസ്. വൺ, ഈ ലൈനെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ്? ഇതിനെ നമുക്ക് ലൈൻ എൽ എന്ന് സൂചിപ്പിക്കാം, സ്മോൾ എൽ. മറ്റൊരു ലൈൻ ഉണ്ടെന്ന് കരുതുക, ഇതിനെ നമുക്ക് ലൈൻ എം എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് രേഖയ്ക്ക് പേര് നൽകാം. അതൊരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ലൈനിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ്, ഇതിനിടയ്ക്കുള്ള ഇൻ ബിറ്റ്വീൻ ഉള്ള ഏതെങ്കിലും ഒരു രണ്ട് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യും. ഈ പോയിന്റ് പിയും ഈ പോയിന്റ് ക്യൂവും ആണെങ്കിൽ ഇതിനെ നമ്മൾ ലൈൻ പി ക്യൂ എന്ന് വിളിക്കും. പി എന്ന് പറയുന്ന ഈ ബിന്ദുവും ക്യൂ എന്ന് പറയുന്ന ഈ ബിന്ദുവിനെയും കൂടെ ചേർത്ത ഈ രേഖയ്ക്ക് രേഖ പി ക്യൂ എന്ന് വിളിക്കും. തിരിച്ചു വിളിച്ചാൽ എന്താ കുഴപ്പം? ക്യൂ പി എന്ന് വിളിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ ക്യൂ പി എന്നും പറയാം. ഇപ്പൊ ഷോർട്ടായിട്ട് വളരെ ചുരുക്കി നമുക്ക് രേഖ പി ക്യൂ അല്ലെങ്കിൽ ലൈൻ പി ക്യൂ എന്നോ തിരിച്ച് ലൈൻ ക്യൂ പി എന്നോ പറയാം. രണ്ട് സമം തന്നെയാണ്. ലൈൻ പി ക്യൂ ആൻഡ് ലൈൻ ക്യൂ പി ആർ ദ സെയിം. രേഖ പി ക്യൂവും രേഖ ക്യൂ പിയും ഒരേ രേഖയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
അതിന് എൻ പോയിന്റ്സ് അല്ല എടുക്കുന്നത്, ലൈനിലുള്ള ഏതെങ്കിലും 2 പോയിന്റ്സ് എടുത്തിട്ട് ആ പോയിന്റ്സിന്റെ പേര് വെച്ചുകൊണ്ടാണ് രേഖയെ സൂചിപ്പിക്കുന്നത്. We take any 2 points on the line and name the line with that letter. Okay. So, 2 ways of representing a line. ഒരു രേഖയെ 2 രീതിയിൽ സൂചിപ്പിക്കാം. ഒന്നുകിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സ്മോൾ ലെറ്ററുകൾ ഉപയോഗിച്ചിട്ട്, അതല്ലെങ്കിൽ രേഖയിലെ ഏതെങ്കിലും 2 ബിന്ദുക്കൾ എടുത്തുകൊണ്ട്, 2 പോയിന്റ്സ് എടുത്തുകൊണ്ട്, ലൈനിലെ ഏതെങ്കിലും 2 പോയിന്റ്സ് എടുത്തുകൊണ്ട് ആ രേഖയ്ക്ക് പേര് കൊടുക്കും. ഓക്കെ. അപ്പോൾ a point has no dimension, a line has one dimension, that is length, but we cannot measure the length of a line because it extends on both sides. ഇരുവശങ്ങളിലേക്കും അനന്തമായി നീണ്ടുപോകുന്നത് കൊണ്ട് ഇതിനെ മെഷർ ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഈസ് immeasurable. ഓക്കെ. ഇറ്റ് ലെങ്ത് ഈസ് ഇൻഫൈനൈറ്റ്. ഈ ലൈനെ നമ്മൾ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലൈനിന്റെ പകുതി നമ്മൾ എടുക്കുക. ഇങ്ങോട്ടുള്ള പോർഷൻ എടുക്കുന്നില്ല, അങ്ങോട്ടുള്ള പോർഷൻ എടുക്കും. It is part of a line and it extends in one direction and on one side it has an end point. ഈ രേഖയുടെ ഒരു ഭാഗം നമ്മൾ എടുത്തു, ഒരു കഷ്ണം എടുത്തു, ഒരു ഖണ്ഡം എടുത്തു. ഈ രേഖയുടെ ഒരു ഭാഗം നമ്മൾ എടുത്തു, അതിന് ഒരു എൻഡ് പോയിന്റ് ഉണ്ട്, ഒരു വശത്തേക്ക് അത് അനന്തമായി നീണ്ടുപോകുന്നു. ഒരു അഗ്രബിന്ദു, മറ്റൊരു വശത്ത് അസ്ത്രചിഹ്നവുമാണ്. അത് ആ സൈഡിലേക്ക്, ആ വശത്തേക്ക് ഇൻഫിനൈറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള രേഖയുടെ ഭാഗത്തെ പാർട്ട് ഓഫ് എ ലൈൻ, ഇറ്റ് ഈസ് കോൾഡ് എ റേ. അതിനെ നമ്മൾ രശ്മി എന്ന് വിളിക്കും. എന്താണ് രശ്മി? എ റേ ഈസ് എ പാർട്ട് ഓഫ് എ ലൈൻ. ഒരു രശ്മി എന്ന് പറയുന്നത് ഒരു രേഖയുടെ ഭാഗമാണ്. അതിന് 1 എൻഡ് പോയിന്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഓൺ 1 ഡയറക്ഷൻ. അത് ഒരു പ്രത്യേക ദിശയിലേക്ക് എന്ത് ചെയ്യുന്നു? അനന്തമായി നീണ്ടുപോകും. ഓക്കെ. തിരിച്ച് ഇപ്പുറത്തുള്ള പാർട്ടുമുണ്ട്. ഇത് എൻഡ് പോയിന്റ് ആണ്, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു രശ്മിയാണ്, മറ്റൊരു റേയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ ലൈന് ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് കട്ട് ചെയ്താൽ ഈ സി എന്ന് പറയുന്ന ഇതിനും ബാധകമാണ്, ഇതിനും ബാധകമാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള പോയിന്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഈ എൻഡ് പോയിന്റിനും ഈ ഇതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. ഇത് ഡി ആണെങ്കിൽ നമ്മൾ ഈ റേയെ വിളിക്കുന്നത് എങ്ങനെയായിരിക്കും? വി നെയിം ദിസ് റേ ആസ് റേ സി ഡി. റേ സി ഡി. That means C is the end point and it extends in the direction of D എന്നാണ്. സി എന്ന് പറയുന്ന അഗ്രബിന്ദുവിൽ തുടങ്ങി ഡിയുടെ അതേ ദിശയിൽ അത് അനന്തമായി നീണ്ടുപോകുന്നു എന്നാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നീണ്ടുപോകുന്നത് കൊണ്ട് we cannot measure the length of a ray. ഒരു രശ്മിയുടെ നീളം അളക്കുക, ലെങ്ത് അളക്കുക സാധ്യമല്ല. It extends. അത് ഇങ്ങനെ അനന്തമായി നീണ്ടുപോകും. It has one dimension, that is length, but we cannot measure the length of a ray. എപ്പോഴും ഒരു റേയെ നെയിം ചെയ്യുന്നത് അതിന്റെ എൻഡ് പോയിന്റ് വെച്ചിട്ടായിരിക്കും. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഏത് ദിശയിലേക്കാണോ നീളുന്നത് ആ ദിശയിലെ ഏതെങ്കിലും ഒരു പോയിന്റും കൂടി എടുത്താണ്ടാണ് സി ഡി എന്ന് നമ്മൾ മാർക്ക് ചെയ്യും. ഒരിക്കലും ഡി സി എന്നിതിനെ മാർക്ക് ചെയ്യില്ല. കാരണം DC means D is the end point and C is the point on the direction of C. അതെന്ന് പറയുന്നത് തിരിച്ച് ഇങ്ങോട്ടാണ് ആരോ ഇട്ട് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും ഒരേ റേയെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് റെപ്രസെന്റിങ് ദ സെയിം റേ. ഈ രശ്മികൾ രണ്ടും രണ്ട് രശ്മികളെയാണ് സൂചിപ്പിക്കുന്നത്, ഒരേ രശ്മികളെയാണ്. ഓക്കെ. അപ്പൊ എപ്പോഴും നമ്മൾ പേര് കൊടുക്കുമ്പോൾ, ഒരു റേയുടെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ എൻഡ് പോയിന്റ് കൊടുക്കാൻ. ഓക്കെ.
എല്ലാവർക്കും നമസ്കാരം.